നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ SITയുടെ അന്വേഷണത്തിന് പുറകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടത്തിയതും വലിയ വാർത്തയായി. കേരള, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളിലെ 21 കേന്ദ്രങ്ങളിലായിട്ടാണ് ED റെയ്ഡുകൾ നടന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നടന്ന റെയ്ഡ് ഇന്നലെ രാവിലെ ആരംഭിച്ച് രാത്രി വൈകിയാണ് അവസാനിച്ചത്. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രി KP ശങ്കരദാസ് എന്നിവരുടെ ഒഴികെ ബാക്കി എല്ലാ പ്രതികളുടെ വീടുകളും ഓഫീസുകളും ED റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡിന് ED നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഗോൾഡ് ഷാഡോ എന്നാണ്. അതായത് തങ്ക നിഴൽ ഓപ്പറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മലയാളത്തിൽ പറയാം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി നിരവധി രേഖകൾ ED സംശയാസ്പദമായവ ഒക്കെ കണ്ടെടുത്തു. ഈ രേഖകൾ വിശദമായി പരിശോധിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്നാണ് ED ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതിനായി സാമ്പത്തിക വിദഗ്ധരുടെ അടക്കം സഹായം വേണ്ടതുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ, ബാങ്കിങ് രംഗത്തെ വിദഗ്ധർ, അതുപോലെ മറ്റു പലരുടെയും ഈ ഹവാല ഇടപാടുകൾ നടന്നതിൻ്റെ ചില സൂചനകൾ EDക്ക് ലഭിച്ചിരുന്നതായി മുമ്പ് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ലഭിച്ച രേഖകൾ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഒരല്പം സമയമെടുക്കും, ഏതാനും ദിവസങ്ങളെടുക്കും എന്നാണ് ED നൽകുന്ന സൂചന. എന്തായാലും ഈ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ED കടക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മുഴുവൻ പ്രതികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ്, അറ്റാച്ച് ചെയ്യാനാണ് ED ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കഴിഞ്ഞു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച, കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച, പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും EDക്ക് കൈമാറണം എന്ന് അതത് ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് താമസം വിന അതിൻ്റെ വിശദാംശങ്ങൾ EDയുടെ കൈവശം വന്നു ചേരും എന്നാണ് കരുതുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഇപ്പോൾ ഒരു വശത്ത് SIT അന്വേഷിച്ച് ഒരു പ്രത്യേക വഴിത്തിരിവിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കേസ്. അതിന് പുറകെയാണ് EDയുടെ അന്വേഷണം കൂടി ആരംഭിച്ചത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിൻ്റെ പ്രാഥമിക തെളിവുകൾ EDക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ED ഈ കേസിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് വന്നത്. അത് സംബന്ധിച്ച് ED കോടതികളെ, അതായത് വിജിലൻസ് കോടതിയെയും അതുപോലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയും ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ SIT കണ്ടെടുത്ത രേഖകളും തെളിവുകളും ഒക്കെ EDക്ക് കൈമാറാൻ കോടതികൾ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ ഏറ്റുവാങ്ങി ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ SIT ഇതുവരെ അറസ്റ്റ് ചെയ്ത പ്രതികളെ കൂടാതെ 35 പേരെ, ആകെ 35 പേരെയാണ് ഈ കേസിൽ ED സംശയിക്കുന്നതും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അതിൽ ഈ SIT 2 ഘട്ടങ്ങളിലായിട്ട് 2 കേസുകളിലായിട്ട് 13ഉം 11ഉം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും ED ഈ കേസിൽ, EDയുടെ കേസിലും പ്രതി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുമാണ്. ഇവിടെ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 പേർ കൂടി അറസ്റ്റിലാകുമെന്നാണ് സൂചന. ഇതുവരെ SITയും EDയും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല. SITയുടെ വഴിക്കും EDയുടെ വഴിക്കുമാണ് അന്വേഷണം പുരോഗമിപ്പിക്കുന്നത്. എന്നാൽ 2 കൂട്ടരും ഒരു പക്ഷേ വിവരങ്ങൾ കൈമാറുന്നുണ്ടാകാം. 2 കൂട്ടർക്കും കിട്ടിയ രഹസ്യ വിവരങ്ങൾ, രഹസ്യ രേഖകൾ
തെളിവുകൾ ഒക്കെ കൈമാറുന്നുണ്ടാകാം. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ ഔദ്യോഗിക രഹസ്യങ്ങളാണ്, സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയൊന്നും പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമല്ല. എന്നാൽ SIT 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന വിവരം വാസ്തവത്തിൽ അത് EDയുടെ കൂടെ സ്വാധീനത്തിൻ്റെ ഫലമാണോ എന്ന് കരുതിയാൽ തെറ്റില്ല. പുതിയ സംഭവ വികാസങ്ങൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഈ 5 പേരുടെ അറസ്റ്റ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ പുതിയ ഒരു കേസ് കൂടി SIT രജിസ്റ്റർ ചെയ്യും. അത് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട ജീർണോദ്ധാരണം നടത്തി പഴയ കൊടിമരം പൊളിച്ച് പുതിയ കൊടിമരം സ്ഥാപിച്ച അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയതുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാണ്. കൂടാതെ 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളിയും പീഠവുമൊക്കെ ഇളക്കി സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു കോടതി അലക്ഷ്യ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കുരുങ്ങുമെന്ന് തീർച്ചയാണ്. ഇത് മുമ്പ് പല ആവർത്തി ചർച്ചകളിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പുതുതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും PS പ്രശാന്തിനും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്ന് SIT സംശയിക്കുന്നു. ന്യായമായും SIT അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹവും റിമാൻഡിലാകും എന്ന് ഉറപ്പാണ്. മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ പിൻഗാമി N വാസു, ഇപ്പോഴിതാ PS പ്രശാന്ത്. ഇത് ഈ ചങ്ങല നീളുകയാണ്. ഇത് എവിടേക്ക് ഇതിൻ്റെ കണ്ണികൾ ചെന്നെത്തും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. പിന്നാലെ ദേവസ്വം മന്ത്രിയായി വന്നത് VN വാസവനാണ്. ഈ 2 പേരും അറിയാതെ ഈ കാര്യങ്ങൾ നടക്കുമോ എന്ന ചോദ്യം പല ആവർത്തി നമ്മൾ ഉന്നയിച്ചതാണ്. ഈ 2 പേരെയും എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഈ 2 പേരും അന്വേഷണ പരിധിയിൽ പെടുന്നില്ല, SITയുടെ റഡാറിൽ പെടുന്നില്ല എന്ന ഒരു ചോദ്യം വളരെ ശക്തമായി ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതിന് മാത്രം ഉത്തരം ലഭിക്കുന്നില്ല. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ED ഈ അന്വേഷണമൊക്കെ ആരംഭിച്ചപ്പോൾ അതിനെതിരെ കടുത്ത എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനാണ്. അദ്ദേഹം പറഞ്ഞത് EDക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് EDയുടെ വിശ്വാസ്യത മന്ത്രി അളന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പീഡനം അളക്കുന്ന, തീവ്രത കൂടിയ പീഡനവും തീവ്രത കുറഞ്ഞ പീഡനവും അളക്കുന്ന പ്രത്യേക യന്ത്രം CPMൻ്റെ കൈവശമുണ്ടെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ ഇവിടെ EDയുടെ വിശ്വാസ്യത അളക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത അളക്കുന്ന ഏതെങ്കിലും യന്ത്രം CPMൻ്റെയോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ്റെയോ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു യന്ത്രമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ED അതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാണ്. മുമ്പ് പല കേസുകളിലും നമ്മളത് കണ്ടതാണ്. പക്ഷേ EDയെ തകർക്കാനും ED ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്താനും സംസ്ഥാന സർക്കാരുകൾ തന്നെ രംഗത്ത് വന്ന ചരിത്രവും നമുക്ക് പറയാനുണ്ട്. കേരളത്തിലും ബംഗാളിലും അത് സംഭവിച്ചു. അത് കേരളവും ബംഗാളും അങ്ങനെ EDയുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി, ED ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടികളും നമ്മൾ കണ്ടതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് നമ്മുടെ വിഷയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയ രേഖകളനുസരിച്ച് കാണിക്കപ്പണത്തിൽ തുടങ്ങി ദേവന് കാഴ്ചവെച്ച അമൂല്യമായ വസ്തുക്കൾ വരെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവാഭരണത്തിൻ്റെ കാര്യത്തിലും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒറിജിനൽ ഇവിടുന്ന് കടൽ കടത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അവിടെ വച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഭക്തർ ഉയർത്തുന്നത് വെറുതെയല്ല. കോടതി, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് പോലും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കോടതി ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ്റെ ശൈലിയോട് ഈ കൊള്ളയെ ഉപമിച്ചത്.
എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയും. ഈ അറസ്റ്റിലായിരിക്കുന്നവർ മുഴുവനും ഈ കേസുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവർ പറഞ്ഞേ മതിയാവുകയുള്ളൂ. എന്തായാലും ED ഇപ്പോൾ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവനും ശേഖരിച്ചുകൊണ്ട് ഹവാല ഇടപാട് നടന്നോ എന്നറിയാനും ഒക്കെ വേണ്ടി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ED കല്ലും നെല്ലും തിരിച്ച് വളരെ കൃത്യമായി ഇതിനകത്ത് നടന്നിരിക്കുന്ന കള്ളപ്പണ ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SIT അന്വേഷണം സ്വർണ്ണക്കൊള്ളയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ED അന്വേഷിക്കുന്നത് ഈ കൊള്ള നടത്തി സമ്പാദിച്ച പണം, ആ കള്ളപ്പണം എങ്ങനെ വെളുപ്പിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ രണ്ട് അന്വേഷണവും പരസ്പര പൂരകങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ പ്രമുഖ നേതാക്കൾ ഈ കേസിൽ പെട്ടിരിക്കുന്നത് കൊണ്ട്, അവരുടെ ശക്തമായ സമ്മർദ്ദമുള്ളത് കൊണ്ട് SITക്ക് നേരിട്ട് EDയുമായിട്ട് സഹകരിക്കാൻ കഴിയുന്നില്ല. EDക്കും പ്രതിബന്ധം തീർത്തുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ സമ്മർദ്ദം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലായിരുന്നുവെങ്കിൽ ഈ കേന്ദ്ര ഏജൻസിയും SITയും ഒരുമിച്ച് ചേർന്ന് സംയുക്തമായി ഒരു അന്വേഷണം നടത്തിയാൽ ചീട്ട് കൊട്ടാരം പോലെ ഇവർ കെട്ടിപ്പൊക്കിയ നുണയുടെ കൊട്ടാരം തകർന്നു പോകും. മാത്രമല്ല, ആ വൻ പകൽ കൊള്ള, ആ സ്വർണ്ണക്കൊള്ള കൃത്യമായിട്ടും ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടും. അതുണ്ടാകാതിരിക്കാനാണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദം SITക്ക് മേൽ ചെലുത്തുന്നത്, EDയെ ഭീഷണിപ്പെടുത്തുന്നത്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട്. ഇതൊക്കെ ഇപ്പോൾ കോടതികളിൽ റിപ്പോർട്ടുകളായിട്ട് വരും. തുടർന്ന് അത് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തും. നമുക്ക് കൃത്യമായി അറിയാം. ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് VSSCയിലെ ഫോറൻസിക് പരിശോധനയുടെ ഫലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതുവരെ അത് കോടതി പുറത്തു വിട്ടിട്ടില്ല. അത് പുറത്തു വിട്ടാൽ മാത്രമേ ഈ സ്വർണ്ണക്കൊള്ളയുടെ, ഈ പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കളുടെ കൊള്ള നടത്തിയതിൻ്റെ ആഴവും പരപ്പും വ്യക്തമാവുകയുള്ളൂ.